പ്രണയവർണ്ണങ്ങൾ. സ്റ്റോറി എസ് കെ വെഡാക്കൻ. സാംസ്കാരിക നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പട്ടണം. കലയുടെ ശ്വാസവും ചരിത്രത്തിന്റെ മണവും ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം. പട്ടണത്തിന്റെ തിരക്കിൽ നിന്ന് കുറച്ച് മാറിയൊരു ശാന്തപ്രദേശം. വണ്ടികളുടെ ശബ്ദവും സംഘർഷങ്ങളുടെയും വിളിയും കടന്നു പോകാത്തൊരു നിശബ്ദ ഗ്രാമം. ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ കോർപ്പറേഷനിൽ പെട്ട സ്ഥലമാണ്. പണ്ട് ചെറിയ ഗുണ്ടകളുടെ ഒളിത്താവളമായിരുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ സ്ഥിരതാമസക്കാരുടെയും പഴയ നാട്ടുവാസികളുടെയും ശാന്തമായ ജീവിതമാണ് അവിടെയുള്ളത്. ഈ പ്രദേശത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ആളുകളിൽ ഒരാളായിരുന്നു മേരി. പലചരക്ക് കടയും അതിനുമപ്പുറം ആളുകളുടെ വിശ്വാസവുമായിരുന്ന അവളുടെ സമ്പത്ത്. വീട്ടിലെത്തിച്ചുകൊടുക്കുന്ന പഴയകാല ഹോം ഡെലിവറിയാണ് അവളുടെ മുഖമുദ്ര. പണം കുടിശ്ശികയുള്ളവർക്ക് മേരിയുടെ വരവ് കണ്ടാൽ തന്നെ അവർ പണം വെച്ച് ഓടിയെത്തും. ചെറിയ പലിശപ്പണവും അവളുടെ കരുത്തും മേരിയെ നാട്ടുകാർക്കിടയിൽ ഒരു ശക്തയായ സ്ത്രീയാക്കി. കടയോട് ചേർന്നേ മറ്റൊരു കടയാണ് ദേവസ്യകുട്ടിയുടേത്. കച്ചവടം വേറെയെങ്കിലും അവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നില്ല. ഒരു പഴയ പിണക്കം മേരിയുടെ മനസ്സിൽ എന്നും അവശേഷിച്ചു. പറഞ്ഞു കേൾക്കുന്നത്: ഒരിക്കൽ ദേവസ്യകുട്ടി മേരിയെ പ്രണയിച്ചിരുന്നു. പക്ഷേ മേരിയുടെ മനസ്സിൽ വേറൊരാളുണ്ടായിരുന്നു. ആ പ്രണയം തകർക്കുവാൻ ദേവസ്യകുട്ടി പലതും ചെയ്തുവെന്നും അവസാനം മേരിയുടെ അപ്പനോട് പറഞ്ഞ് അവളുടെ ജീവിതം വഴിതെറ്റിച്ചതായും ജനങ്ങൾ ഇന്നും സ്വകാര്യമായി സംസാരിക്കാനുണ്ട്. കാലം മാറി. മേരി വിവാഹം ചെയ്ത് ഹൈറേഞ്ചിലേക്ക് പോയി. 5 വർഷത്തിനകം വിധവയായി തിരിച്ചുവന്നു. കൈയിൽ കുഞ്ഞ് റിൻസിയെ പിടിച്ചുകൊണ്ട്. ദേവസ്യകുട്ടി ഇതിനിടയിൽ വിവാഹം കഴിച്ച് ജീവിതം കുറെ മുന്നേറി. വർഷങ്ങൾ ഒരുപാട് പോയി. എങ്കിലും അവർ തമ്മിലുള്ള പിണക്കം കൂടുതൽ വളർന്നതേയുള്ളൂ. റിൻസി നഴ്സിംഗ് പഠിക്കുന്ന ഒരു മിടുക്കിയായ പെൺകുട്ടിയായി. ദേവസ്യകുട്ടിയുടെ ഭാര്യ അറ്റാക്ക് ആയി മരിച്ചതോടെ അയാളും ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഇടയ്ക്കിടെ റിൻസി അമ്മയെ കളിയാക്കി ചിരിക്കുമായിരുന്നു. അമ്മേ, അയാളെ കെട്ടിക്കോ, അമ്മക്കും സുഖമായി ജീവിക്കാം. മേരി ചിരിച്ചും ദേഷ്യപ്പെട്ടുകൊണ്ട് അവളെ ഓടിക്കും. റിൻസി ജർമ്മനിയിലുള്ള ഒരു ചെറുപ്പക്കാരനുമായി വിവാഹം കഴിച്ചു. മകൾ പോയതോടെ വീട് വീണ്ടും ശൂന്യമായി. ഒരു പ്രഭാതത്തിൽ മേരിക്ക് നെഞ്ചിൽ ഒരു അസ്വസ്ഥത. സമയം പോകുന്തോറും വേദന കൂടുകയും വയറു വന്നു വീർക്കുകയും ചെയ്തു. നാട്ടുകാർ ആംബുലൻസ് വിളിച്ചു. ഒരുപാട് പേർ വിഷമിച്ചപ്പോൾ മറ്റുള്ളവർ അതിനെ ഒരു രസമാക്കി മാറ്റി. മേരിക്കുട്ടിക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ് റീൽസുകളും വീഡിയോകളും നിറച്ചു. ദേവസ്യകുട്ടി അത് കണ്ടു അസഹിഷ്ണുതപ്പെട്ടുകൊണ്ട് വീഡിയോ എടുക്കുന്നവരെ ഓടിപ്പിച്ചിരുന്നു. അന്ന് വൈകുന്നേരം മേരി വീട്ടിലേക്ക് തിരിച്ചുവന്നു. ആളുകൾക്കത് ഒരുപാട് സംശയം വരുത്തി. പിന്നീട് ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സ്ത്രീ വന്നപ്പോൾ പറഞ്ഞു, അറ്റാക്കൊന്നുമല്ല, ഇഞ്ചക്ഷൻ കൊടുത്തപ്പുറം വെടിക്കെട്ടായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് ചേർത്തു, വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ വളി, ഗ്യാസ് ആയിരുന്നത് അവൾക്ക്. പട്ടണം മുഴുവൻ മേരിയുടെ സംഭവം അറിഞ്ഞു ചിരിയിൽ നിറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ വന്നു സോഡ വാങ്ങി പൊട്ടിച്ചു വളി ശബ്ദമുണ്ടാക്കിയതോടെ മേരി നാട്ടുകാരുടെ കളിയാക്കലിന് ഇരയായി തുടങ്ങി. പള്ളിയിൽ പോകാനും പേടി, വീട്ടിൽ ഇരിക്കാനും വിഷമം, ഓരോ വഴിയിലും കളിയാക്കലുകൾ. അവൾ കരഞ്ഞുകൊണ്ട് മകളോട് പറഞ്ഞു. റിൻസ് പറഞ്ഞു, അമ്മേ, വരൂ ജർമ്മനിയിലേക്കു. അവൾക്കത് താൽപ്പര്യമുണ്ടായിരുന്നില്ല. അവളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥലമായ ഹൈറേഞ്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. പട്ടണം വിട്ടുപോകാൻ തീരുമാനിച്ചെന്നറിഞ്ഞപ്പോൾ ദേവസ്യകുട്ടി ആദ്യമായി അവളുടെ മുന്നിൽ വന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അതോടൊപ്പം മേരിയുടെ കണ്ണുകളും. പ്രണയത്തിന് കണ്ണുകളില്ല, കാതുകളില്ല, മാത്രമല്ല പുതിയ കാലത്ത് പ്രായവുമില്ല. എവിടെയായാലും മൊട്ടിടും. ചിലപ്പോൾ കരിഞ്ഞു പോകും. പക്ഷേ അത് ഹൃദയത്തിൽ അവശേഷിപ്പിക്കുന്ന ചിന്ത മനുഷ്യർ ഒരിക്കലും മറക്കില്ല. പുറത്ത് മഴ ചാരിയിരുന്നു. അവരുടെ പുതിയ ജീവിതത്തിലേക്കുള്ള ആശംസകളുമായി. സ്റ്റോറി ആൻഡ് കോൺസെപ്റ്റ് ബൈ എസ് കെ വെഡാക്കൻ. നിങ്ങളുടെയെല്ലാം സപ്പോർട്ട് ആവശ്യമുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് വീഡിയോസ്.